ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചത്. പുഴയ്ക്ക് പോകണം. അപ്പോൾ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളെ ബാഗൊക്കെ കഴുകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ എണീറ്റപ്പോഴേക്ക് എൻ്റെ ഇളയിച്ച് പുഴയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എണീറ്റിട്ട് തുണികളൊക്കെ എടുത്ത് പുഴയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തത്. പുഴയിൽ പോയി വന്നപ്പോൾ മോള് കുളിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് ട്യൂഷനല്ല. അപ്പോൾ അവൾ അത്തടാന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് എപ്പോഴും പൂവിടാൻ കിട്ടാറില്ലായിട്ടില്ല, ഒഴിവുണ്ടാവില്ല കേട്ടോ രാവിലെ. അപ്പോൾ അവൾ കുറച്ച് പൂവ് അറുത്ത് തരുമോ ചോദിച്ചപ്പോൾ ഞാനിതാ പിന്നെ പുഴയ്ക്ക് പോയപ്പോൾ കൊടുന്നാട്ടെ കൃഷ്ണഗിരിയുടെയൊക്കെ അങ്ങനെ പൂവൊക്കെ അവൾക്കുള്ളത് അറുത്ത് കൊടുത്ത്. പിന്നെ അമ്മ പൂവ് അറക്കണുണ്ടല്ലേ അവിടെ, അപ്പോൾ തറവാട്ടിക്കുള്ളതാണ് കേട്ടോ. പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. അപ്പോൾ ഒരു നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ പാടെ നമ്മൾ അടച്ചു മൂടിയിട്ടിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ തലേ ദിവസം വെച്ചിട്ടുള്ള ചുക്കുവെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചു ആദ്യം തന്നെ. പിന്നെ അത് അടുപ്പൊന്നും തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എണീറ്റ് വരുന്നത് തന്നെ അവൾ വിളിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ പുഴയ്ക്ക് പോയി ചെയ്തത്. പിന്നെ നേരം വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് പിന്നെ വെണ്ണീറൊക്കെ കുരൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ അടുക്കള മാത്രം ഒന്ന് അടിച്ചോരിയാണ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ തുടയ്ക്കലും കൂടിയും കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തുടയ്ക്കൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പണി തന്നെ ഒരുങ്ങില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. പിന്നെ ചൂടുവെള്ളവും കുടിച്ചു കേട്ടോ. ഏതാ തീ കത്തിച്ച് നമ്മുടെ ചോറിനുള്ള വെള്ളം ചൂടാകുമ്പോഴേക്കും തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ റൂമൊക്കെ തുടച്ചത്, ഹാളും കൂടിയും തുടച്ച് പിന്നെ നേരെ സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. തുടയ്ക്കൽ കഴിഞ്ഞിട്ട് തന്നെ കുറേ പണി ഒരുങ്ങി എന്തുണ്ടാവും. ഞാനങ്ങനെ ഹാളൊക്കെ തുടക്കി കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ഔട്ടും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഒന്ന് പൂക്കളിടുന്ന കുട്ടികളാണ് കേട്ടോ. അതുകൊണ്ട് അവരുടെ കുളിയും തൊഴുകലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പൂവിടുന്നത്. പിന്നെ തറവാട്ടത്തെ കുട്ടികൾ അവരിന്ന് അമ്പലത്തെ പൂവാണ്. അപ്പോൾ അവർ വന്നിട്ടില്ല കേട്ടോ പൂവിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ചോറ് ഉള്ള വെള്ളം തിളച്ചപ്പോൾ വേഗം അരിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് അരിയിടാൻ നിൽക്കുന്നത് വേഗം പണി ഒരുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികളുണ്ടെങ്കിൽ എൻ്റെ പണി ഒരുങ്ങുകയല്ല കേട്ടോ. എനിക്ക് അങ്ങനെ സ്പീഡിൽ പണിയെടുക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചുടുവെള്ളം കൊണ്ടാണ് ആദ്യം തന്നെ അരി ഒന്ന് കഴുകണത്. പിന്നെ 2-3 പ്രാവശ്യം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകും. അപ്പോൾ അങ്ങനെ അരി കഴുകി വന്നപ്പോൾ ഞാൻ വേഗം അരി അടുപ്പത്തിട്ടു കേട്ടോ. അത് അവിടെ കടന്ന് വെന്താൽ ചോറ് വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ചില ദിവസം തീ കത്തുകയില്ലെന്ന് എന്താണെന്നറിയില്ല, തീ വേഗം കത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല വെയിലും ഉണ്ട്. 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അപ്പോഴേക്കും മോള് പോയിട്ട് പാലും കൂടി എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ ജനലിന്മേൽ ഇന്നലെ അടുക്കള വൃത്തിയാക്കിയപ്പോൾ കുറേ ബോട്ടിലുകൾ ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലത്തെ വെള്ളം തോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തുടച്ച് എടുത്ത് വയ്ക്കും കൂടി വേണം. പിന്നെ ഞാനവിടെ ഒരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്ന് അറിയില്ല കേട്ടോ, വാടിയിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ മണി പ്ലാന്റാണ്, തളിരൊക്കെ വരുന്നുണ്ട്. പിന്നെ അതാ അവർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ പൂവ് അറുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറുത്ത് കൊടുക്കുകയാണ്. മേലെ ഉണ്ടോ പൂക്കൾ. അപ്പം അങ്ങനെ നമ്മുടെ നാടൻ പൂക്കളാണ്, ചെമ്പരത്തിയും പിന്നെ ശംഖുപുഷ്പവും കൃഷ്ണഗിരിയുടെ ഒക്കെ വെച്ചിട്ടാണ് അവർ പൂവിടുന്നത്. അപ്പോഴേക്കും അമ്മും കൂടിയും വന്നു കേട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പൂവിടാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞാണ്, പക്ഷേ പൂവിടുന്നത് കാണുമ്പോൾ കുട്ടികൾക്കൊരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പൂവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം വന്നിട്ട് ചായ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ പാൽ ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പൂവ് അറുത്ത് തരുമെന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഒരു അടുപ്പിൽ പാലും വെച്ചിട്ടുണ്ട്, ഒന്നിൽ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലിയ പാൽപാത്രത്തിൽ പാല് തിളപ്പിച്ചിട്ട് അങ്ങനെ ചൂടാറിയ ഫ്രിഡ്ജിലേക്കാണ് കയറ്റി വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ അപ്പവും പിന്നെ ഉള്ളിയും തക്കാളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ ഉള്ളി 2 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടി ഒന്ന് അരിഞ്ഞെടുത്തത് ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങയാണ് ആദ്യം ഒന്ന് വറുത്ത് കൊടുക്കുന്നത്. അങ്ങനെ കേട്ടോ ഞാൻ ചമ്മന്തി ഉണ്ടാക്കൽ. തേങ്ങ ആദ്യം ഒന്ന് വറുത്തിട്ട് അതിൻ്റെ ഒരു നല്ല ബ്രൗൺ കളറാക്കില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വാട്ടിട്ടോ. എന്നിട്ട് അതൊന്ന് പച്ചച്ചുവ മാറുന്നവരൊന്ന് വാട്ടി കൊടുക്കുകയുള്ളൂ. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തിട്ടുണ്ട്, നല്ല പോലെ വറുക്കാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടുമല്ലോ, ആ ഒരു പരുവാകുമ്പോൾ തേങ്ങ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചട്ടിക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നത്. അത് പച്ചച്ചുവ മാറുമ്പോൾ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി അല്ല കേട്ടോ, മുളക് പൊടിയും കൂടി മാത്രം ഇട്ടാൽ മതി. പിന്നെ വെളിച്ചെണ്ണയിലും കൂടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് ആ മുളക് പൊടിയുടെ പച്ചച്ചുവ മാറുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചമ്മന്തി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അപ്പം കൂടി ഉണ്ടാക്കാൻ നിന്നു. കുട്ടികൾ പൂവിടൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർക്ക് വിശക്കുകയാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം ചായ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വേഗം അപ്പം കൂടി ഉണ്ടാക്കിയിട്ടു. അപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മളെ ചമ്മന്തി അരയ്ക്കുമായിരുന്നു. അപ്പോൾ അപ്പവും നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ
നമ്മുടെ ബോട്ടിലുകളൊക്കെ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ ജനലിൽ കൂടെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ ബോട്ടിലെടുത്തിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് ചെറിയൊരു ഒരു നനവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജനലുമേയൊക്കെ ചെറുതായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാനത് വൃത്തിയാക്കിയപ്പോൾ അവിടേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല വൃത്തിയാക്കൽ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെച്ചാൽ പണി ഒരുങ്ങിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചയ്ക്കുള്ളത് നോക്കിയാൽ മതിയല്ലോ. ചോറാണെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നൊക്കെ കഴുകി വെച്ചിട്ടോ. ഞാൻ ഭക്ഷണം കൂടി കഴിക്കൽ കഴിഞ്ഞാൽ രാവിലത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ